സിനിമ ഏറ്റവും മികച്ച ചിത്രമായി 54ാമത് ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപനത്തിൽ സൂര്യ ഇപ്പോൾ തിരിച്ചെത്താം. ഇപ്പോൾ നടി ഉർവശി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മാഡം കേൾക്കാമോ? കേൾക്കാം. മാഡം, വലിയൊരു സന്തോഷമുണ്ട് താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയധികം സംസ്ഥാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു നടി മറ്റൊരു നടി പോലുമില്ല. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നുന്നത് മാഡം? സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അവാർഡുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അത് തന്നത് അർഹതയോട് കൂടി തന്നെയാണോ ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ളിടത്താണ്. അപ്പൊ അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എന്റെ പ്രേക്ഷകർ അംഗീകരിച്ചു തന്ന ഒരു പുരസ്കാരം കൂടിയാണിത്. മാഡം, ഇപ്പോൾ മാഡം അഭിനയിച്ച സിനിമകൾ, അതായത് ഇപ്പോൾ മാഡത്തിന്റെ കഥാപാത്രങ്ങൾ കാഞ്ചനമാലയാണെങ്കിലും സുലോചനയാണെങ്കിലും ഒക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉള്ളൊഴുക്കിലെ ലീലാമ്മ, ആ ലീലാമ്മ കടന്നുപോയ ഉള്ളൊഴുക്ക, ആ ഒരു കഥാപാത്രം മാഡത്തെ സംബന്ധിച്ചിടത്തോളം മാഡത്തിന്റെ കരിയറിൽ എത്രത്തോളം വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്? എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ 100% ആഗ്രഹിച്ച് ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും വിലപ്പെട്ടത് തന്നെയാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പിന്നെ ഇതുപോലെ വളരെ അപൂർവമായിട്ട് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഫിലിം വരിക, അത് നമുക്ക് പെർഫോമൻസിനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാവുക. അപ്പം മാത്രമല്ല, ഒരു ഡയറക്ടർ നമ്മളെ തന്നെ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടർ എഴുതുക, അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യിക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം വേറൊരു ആർട്ടിസ്റ്റിന് ഉണ്ടാവില്ലല്ലോ. മാം, അതുപോലെ തന്നെ ഒരു അഭിനേതാവിന്റെ പെർഫോമൻസ് കണ്ട് സെറ്റ് മുഴുവൻ നിശ്ചലമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് സംവിധായകൻ ക്രിസ്റ്റോ ടോമി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ആ ഒരു അവസരത്തിൽ പാർവതി തിരുവോത്ത് പാർവതിയുടെ കരച്ചിൽ അടക്കി പിടിച്ചിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ആഴത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മാം ഈ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ ലീലാമ്മ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മാം ആ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ മാം കടന്നുപോയിട്ടുള്ള ഉള്ളൊഴുക്കുകൾ, അടിയൊഴുക്കുകൾ എന്തെല്ലാം? അല്ല, അതൊക്കെ നമ്മൾ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ആ ക്യാരക്ടർ കാണുമ്പോൾ അത് കരയാതെ കരയുന്ന ഒരു ക്യാരക്ടർ, കരയാൻ പാടില്ല എന്നാൽ കരച്ചില് അടക്കി പിടിച്ചുകൊണ്ട് കുറെ ദിവസങ്ങൾ അങ്ങനെ തന്നെ ആവുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ പടം റിലീസായി പ്രേക്ഷകർ അംഗീകരിച്ചപ്പോൾ അതെല്ലാം സന്തോഷമായിട്ട് മാറുകയായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ മാമിൻ്റെ സിനിമകളും അതുപോലെ തന്നെ കഥാപാത്രം കാണുമ്പോൾ ഇനി എന്താണ് ഉർവശി എന്ന മഹാനടിക്ക്, മലയാളത്തിൻ്റെ മഹാനടിക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന സംശയം നിലനിൽക്കുമ്പോഴായിരിക്കും ഒരു പുതിയൊരു ഭാവത്തിൽ ഉർവശി എന്നൊരു മഹാനടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരിക. പലപ്പോഴും എല്ലാവരും, അതായത് അഭിനയത്തിലെത്തുന്ന നടിമാരെല്ലാം പറയുന്നത് എനിക്ക് ഉർവശി പോലെ ആവണം എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ, അതായത് ഈ ഒരു വലിയൊരു സംസ്ഥാന അവാർഡ് കിട്ടുമ്പോൾ, അതായത് ഇതിപ്പോൾ 7ാമത്തെ തവണയാണ് മാമിന് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. ഇത്രയധികം അവാർഡുകൾ വാരിക്കൂട്ടിയ മറ്റൊരു നടി പോലും ഈ മലയാളം ഇൻഡസ്ട്രിയിലില്ല. ഈ ഒരു സമയത്ത് ഈ ഒപ്പമുള്ള സംവിധായകൻ ക്രിസ്റ്റോ ടോമി, സിനിമയിലെ മറ്റ് ക്രൂ അംഗങ്ങൾ, പിന്നെ പാർവതി തിരുവോത്ത്, അതായത് ഈ അവാർഡിൽ പാർവതി തിരുവോത്തിനും സാധ്യതാ പട്ടികയിൽ പാർവതിയും ഉണ്ടായിരുന്നു. അവരോടൊക്കെ എന്താണ് ഇപ്പോൾ മാമിന് പറയാനുള്ളത്? ഞാൻ അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. പുരസ്കാരം കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചത് അവരാണ്. ക്രിസ്റ്റോയും പാർവതിയും ഓസ്ട്രേലിയയിലാണ്. മെൽബേണിൽ ഈ പടത്തില് മെൽബേണിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, നോമിനേഷനും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പാർവതി എന്നെ വിളിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് വിളിച്ചത് പാർവതിയാണ്. അപ്പോ അതുപോലെ ക്രിസ്റ്റോയും വിളിച്ചിരുന്നു. അവർക്ക് അവാർഡ് കിട്ടിയതുപോലെ അവർ സന്തോഷിക്കുന്നത്. പാർവതി ഒരു മികച്ച നടിയാണ്. തീർച്ചയായിട്ടും ഒരു ജൂറിയുടെ പ്രത്യേക പരാമർശമെങ്കിലും പാർവതിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉള്ളപ്പോൾ ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ ജൂറിക്ക്. അതുകൊണ്ട് തന്നെ ആവണം അത് അങ്ങനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷമുണ്ട് എല്ലാവരുടെയും കൂടെ, പാർവതിയും കൂടെ പങ്കുള്ളത് കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. കാരണം ആക്ഷൻ ഉണ്ടെങ്കിലേ റിയാക്ഷൻ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് ഞാൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വളരെ സന്തോഷം മാമിനോട് സംസാരിക്കാൻ സാധിച്ചതിൽ. ഇപ്പോൾ ഉർവശി മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങിച്ച ഉർവശിയായിരുന്നു നമ്മോട് പ്രതികരിച്ചത്. സൂര്യഗായത്രിയിലേക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.